ജീവിതത്തിൽ പാപങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഇപ്പോൾ ബോധ്യം തരുന്നെങ്കിൽ, നിങ്ങൾ ആ ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കാം, കമ്പ്യൂട്ടറിന് മുമ്പിലായിരിക്കാം, ഫോണിന് മുമ്പിലായിരിക്കാം. നിങ്ങൾക്ക് മുട്ടുകുത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ നിന്ന് മുട്ടുകുത്തുമോ? കൈ ഉയർത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഒന്ന് കൈ ഉയർത്തുമോ? അല്ല, ഇതൊന്നും കഴിയുന്നില്ലെങ്കിൽ കണ്ണുകളെ അടച്ച് എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തെ ഞാൻ നിൻ്റെ കരത്തിൽ തരുന്നു. യേശുവേ, നീ എൻ്റെ ഉള്ളത്തിലേക്ക് വരണമേ. ആദാമ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി എനിക്ക് വേണ്ടി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. നിന്റെ രക്തത്താൽ എൻ്റെ പാപങ്ങളെ കഴുകി എന്നെ വിമോചിപ്പിക്കണമേ. അവിടുത്തെ കാൽവരി ക്രൂശിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു പാപി എന്ന് സമ്മതിച്ച് ഏറ്റുപറയും. എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. യേശുവേ, നീ എന്നിൽ വസിക്കണമേ. നിന്റെ കൃപ എന്നിൽ പൊതിയണമേ. എന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റണമേ. നിന്റെ വചനമനുസരിച്ച് ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രാർത്ഥനയുടെ കൂടെ നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിൽ കർത്താവ് നിങ്ങളെ തൊട്ടിരിക്കുകയാണ്.